ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അറേയിലെ ഇലമെൻസിൻ്റെ ഫ്രീക്വൻസി കണ്ടെത്താൻ, അതായത് ഫ്രീക്വൻസി ഓഫ് അറേ ഇലമെൻസ്. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം ഈ ഫ്രീക്വൻസി ഓഫ് അറേ ഇലമെൻസ് എന്ന് വെച്ചാൽ നമ്മൾ എക്സാമ്പിളിലൂടെ ഒന്നാന്ന് പറയുന്നത്, അതായത് ഈ വണ്ണ് ഈ അറേയിൽ എത്ര ടൈം ഉണ്ട്? 2 തവണയല്ലേ? അതായത് അതാണ് ഈ വണ്ണിൻ്റെ ഫ്രീക്വൻസി 2 ആണ്. ഓക്കെ, ഇനി ഈ 2 എത്ര ടൈം ഉണ്ട് ഈ അറേയിൽ? 3 ടൈംസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ 2ൻ്റെ ഫ്രീക്വൻസി 3 ആണ്. ഇനി 3ൻ്റെ ഫ്രീക്വൻസി എത്രയാണ്? ഒറ്റൊരു തവണയേ 3 ഉള്ളൂ. അപ്പോൾ 3ൻ്റെ ഫ്രീക്വൻസി 1 ആണ്. 4ൻ്റെ ഫ്രീക്വൻസിയും 1 ആണ്. ഓക്കെ, അതുപോലെ 55ൻ്റെ ഫ്രീക്വൻസി 1, അതുപോലെ 47ൻ്റെയും ഫ്രീക്വൻസി 1, 2ൻ്റെ ഫ്രീക്വൻസി 3 ആണെന്ന് ആദ്യം നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി അതായത് ഫ്രീക്വൻസി എന്ന് വെച്ചാൽ ഓരോ എലമെൻറ്റിൻ്റെ എണ്ണമാണ് ഫ്രീക്വൻസി ഉദ്ദേശിക്കുന്നത്. അത് കൗണ്ട് എന്നും പറയാം. അതായത് ഒരു വണ്ണ് എത്ര തവണയുണ്ട്, ഓക്കെ, ആ ഒരു വിധത്തിലാണ് ഫ്രീക്വൻസി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി അതെങ്ങനെ കണ്ടെത്തുകയെന്ന് വെച്ചാൽ കോഡിൻ്റെ രൂപത്തിൽ തന്നെ നമുക്ക് പറയാം. ഇവിടെ ഞാൻ ഒരു അറേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, IJ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. സൈസ് ഞാൻ സൈസിലേക്ക് തന്നെയാണ് ഇവിടെ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് കോഡിലോട്ട് തന്നെ പറയാം. കോഡ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ആദ്യം നമ്മൾ ഫോർ ലൂപ്പ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, എന്നിട്ട് i ഈക്വൽ ടു 0 തൊട്ടിട്ട് i ലെസ് ദാൻ സൈസ് വരെയാണ് ഞാനിവിടെ കൊടുത്തത്. ഓക്കെ, അതുകൊണ്ട് സൈസ് വരാം i++. എന്നിട്ട് ഒരു ബോഡി ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഒരു ഫോർ ലൂപ്പും കൂടി നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഫോർ ലൂപ്പിൽ JSI ഐൻ്റെ തൊട്ടപ്പുറത്ത് നിന്ന് തുടങ്ങണം, JI. ഓക്കെ, JIയുടെ തൊട്ടപ്പുറത്ത് തുടങ്ങണം. ഓക്കെ, J ലെസ് ദാൻ സൈസ് വരെ വിട്ട് എന്നിട്ട് J++. ഉള്ളിലൊരു ഫോർ ലൂപ്പ്, എന്നിട്ട് ഇഫ് കണ്ടീഷൻ കൊടുക്കുക. നമുക്ക് അറേയിലെ എലമെൻറ്റ്സ് സെയിം ആണെന്ന് നോക്കണ്ടേ. AR ഓഫ് I ഈക്വൽ ടു AR ഓഫ് J. ഓക്കെ, ഇതിനും ഒരു ഇത് കൊടുത്തോ, ബ്രാക്കറ്റ്, എന്നിട്ട് ബോഡി, എന്നിട്ട് കൗണ്ട് ++ എന്ന് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഞങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ കൗണ്ട് ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഓക്കെ, അതും കൂടിയാണ് ഡിക്ലെയർ ചെയ്യുന്നുണ്ട്, കൗണ്ട്. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പം നമ്മൾ ഈ കൗണ്ട് പ്രിന്റ് ചെയ്യാൻ കൊടുത്താൽ എന്നാൽ പ്രിന്റ് ചെയ്യാന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് പ്രിന്റ്എഫിൻ്റെ അകത്ത് ഒരു %t, എന്നിട്ട് വീണ്ടും ഒരു %t കൊടുക്കുന്നുണ്ട്, പിന്നെ ന്യൂ ലൈൻ കൊടുക്കുന്നുണ്ട്, പിന്നെ ആ അറേൻ്റെ ഏതാണോ അറേയിലുള്ള വാല്യൂ ഇത് കൗണ്ടും പ്രിന്റ് ചെയ്യാൻ കൊടുത്തത്. ഇപ്പോൾ നടക്കുന്ന എന്താണ് ജസ്റ്റ് ഒന്ന് നോക്കിക്കോ. അതായത് ഞാൻ റൺ ചെയ്യുന്നതാണ്. ഇപ്പോൾ കണ്ട 1 ടൈംസ്, 1 ഒറ്റത്തവണ അതിലുള്ളതെന്നാണ് ഓർ പറയുന്നത്. 1 ടൈം ആണെന്നുള്ള 2 ടൈം അല്ലേ ഈ ഒരു ഫോർമാറ്റ്. ഇനി ഇതാ ഇവിടെയും 1 ടൈംസ് എന്നുള്ള, പിന്നെ ഇതാ 3 ടൈംസ്, അത് കറക്റ്റ്. പിന്നെ ഇതാ 4 ടൈംസ്. ഇങ്ങനെ ഒരു ഇതില്ലാതെ, ഒരു ഓർഡർ ഇല്ലാതെ പാറ്റേൺ വരാൻ കാരണം ഈ കൗണ്ട് 0യിലേക്കോ 1ലേക്കോ നമ്മൾ അസൈൻ ചെയ്യുന്നില്ല. അത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ലൂപ്പ് കയറുന്നതിന് മുമ്പ് ഇവിടെ ജസ്റ്റ് കൗണ്ട് ഈക്വൽ ടു 1ലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ആ കോഡ് ഒന്ന് റൺ ചെയ്താൽ കറക്റ്റായിട്ട് ഇതാ 1 2 ടൈംസ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ 1 ടൈംസ് എന്ന് പറയാൻ നോക്കണ്ട, ഇട്ടേക്ക്. ഇവിടെ ഇതാ 3 ടൈംസ്, 1 ടൈംസ് 40 ഇതാ. ഓക്കെയാണ്, ഇത് വേണ്ട. ഇനി ഇതിൽ എന്തൊക്കെ മാറ്റം വരുത്തേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ എന്താ നടക്കുന്നത് വെച്ചാൽ ഐൻ്റെ വാല്യൂ 0 ആകുന്നത് നോക്ക്. ഓക്കെ, അപ്പോൾ ജെൻ്റെ വാല്യൂ 0ൻ്റെ അപ്പുറം 1 കൂട്ടിയാൽ എത്രയാണ്? 1 തൊട്ട് സൈസ് വരെയാണ് ജെൻ്റെ വാല്യൂ പോകുന്നത്. ഓക്കെ, എന്നിട്ട് ഇവിടെ നമ്മൾ ആദ്യത്തെ വാല്യൂ തന്നെ എടുക്കും, 1. ഓക്കെ, i+1, i 0 ആയിരിക്കുമ്പോൾ 1 തൊട്ടിട്ടാണ് ജെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഐൻ്റെ വാല്യൂ 0. ഓക്കെ, ഇവിടെ ഐൻ്റെ വാല്യൂ 0th പൊസിഷനിലിരിക്കുന്ന ഐ, അതായത് 0th ഇൻഡെക്സിലിരിക്കുന്ന ഐ 1. ഓക്കെ, ഈ ഒരു 1ഉം ഈ ഒരു 1ന് ഇപ്പുറത്തുള്ള ഒരു അറേ, അതായത് ഈ ഒരു ജെ ലൂപ്പില്ലേ 1 തൊട്ടിട്ടല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 1, അതായത് ചെക്ക് ചെയ്യുന്ന ഇവിടെ
എ ആർ ഓഫ് 0th പൊസിഷനിലിരിക്കുന്ന ഈ 1ഉം ഈ അറേ തൊട്ടപ്പുറത്തെ പൊസിഷനിലിരിക്കുന്ന ജെൻ്റെ വാല്യൂവും സെയിം ആണോ ചെക്ക് ചെയ്യും. സെയിം ആണ് ഈ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ കൗണ്ട് പ്ലസ് പ്ലസ് ചെയ്യും. ഓക്കെ, അതായത് ഈയുടെ 0 തൊട്ടിട്ടാണ് തുടങ്ങുന്നത്. ഐൻ്റെ വാല്യൂ ആദ്യം 0 ആണ്. ആ ഒരു 0ൻ്റെ അപ്പുറം +1. അപ്പോൾ ജെ സ്റ്റാർട്ട് ചെയ്യുന്ന 1 തൊട്ടിട്ട്. അതായത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു അറേൻ്റെ വാല്യൂ, അതായത് ആദ്യം നമ്മൾ ഈ ഒരു വാല്യൂവിനെ ഈ ബാക്കിയിരിക്കുന്ന പൊസിഷനിലിരിക്കുന്ന എല്ലാ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കും. അതായത് അത് രണ്ടും ഈക്വൽ ആണോ എന്ന് കമ്പയർ ചെയ്യും. അതിന് വേണ്ടിയാണ് ഈ ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് കമ്പയർ ചെയ്തിട്ട് ഏതെങ്കിലും സിറ്റുവേഷൻ, ഏതെങ്കിലും പൊസിഷനിലിരിക്കുന്ന വാല്യൂ ഈ ഒരു പൊസിഷനിലിരിക്കുന്ന വാല്യൂ സെയിം ആണെന്നുണ്ടെങ്കിൽ കൗണ്ട് പ്ലസ് പ്ലസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ആ ഒരു എത്ര ടൈംസ് ആണോ ഈ അറേയിലെ വാല്യൂ ഉള്ളത് എന്ന് വെച്ചാൽ അത്രക്കും ടൈം കൗണ്ട് പ്ലസ് പ്ലസ് ആവും. എന്നിട്ട് ഇവിടെ അത് പ്രിൻ്റ് ആവും. ഇപ്പം നമുക്ക് വന്ന ഈ ഒരു മിസ്റ്റേക്ക് എന്താ, മിസ്റ്റേക്ക് അല്ല, ഇങ്ങനെ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് 1 2 ഒക്കെ ഇങ്ങനെ വരുന്നതാണ്ട. ഇത് ഒഴിവാക്കാൻ നമ്മളെടുത്ത് വേറൊരു ടെക്നിക്ക് ഉണ്ട്. അതായത് ഇവിടെ നമ്മൾ ഓരോന്ന് വർക്കായി കഴിയുമ്പോൾ കൗണ്ട് റീസെറ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അതിന് കാരണം ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ ഒരു തവണ നമ്മളിങ്ങനെ കൗണ്ട് ചെയ്ത് നോക്ക്, അതിന് റീസെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് പറ്റും, കൗണ്ട് ലാസ്റ്റുള്ള വാല്യൂ, അതായത് ഇവിടെ ഇപ്പോൾ 2 ആണ് കൗണ്ട് ലാസ്റ്റ്, 2 ആണ് പ്ലസ് ചെയ്തിട്ട് നിൽക്കുന്നത് നോക്ക്. ആ ഒരു 2 പ്രിൻ്റ് ആയിട്ട് വീണ്ടും അടുത്ത വാല്യൂവിനാണ് ഈ ഐ ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് അടുത്തൊരു വാല്യൂ, അടുത്തൊരു ഇൻഡെക്സിനാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനെ നമ്മൾ റീസെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ ആ നിർത്തിയെടുത്തുനിന്ന് ഇത് എണ്ണാൻ തുടങ്ങും. അതായത് 2 തൊട്ടിട്ട് എണ്ണാൻ തുടങ്ങും. ആ ഒരു പോസിബിലിറ്റി പോക്കാൻ വേണ്ടിയാണ് കൗണ്ട് അസൈൻ 1ലേക്ക് ആദ്യം സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഒഴിവാക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്, അതായത് ഫ്രീക്വൻസി കണ്ടെത്തുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് ഞാനിപ്പോൾ കോഡ് ചെയ്ത് തന്നെ കാണിച്ചത്. ഓക്കെ, അതായത് ജസ്റ്റ് നിങ്ങൾ ഇവിടെ AR ഓഫ് ജെ ഈക്വൽ ടു -1 കൊടുക്കുക, അല്ലെങ്കിൽ മൈനസ് ഇവിടെ ആരും കൊടുക്കാതെ ഒരു വാല്യൂ കൊടുക്കാമോ. അതായത് ഇൻറ്റ് ഇത് ഞാൻ മിനിമം ലാർജസ്റ്റ് എലമെൻറ്റിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലാർജസ്റ്റോ അല്ലെങ്കിൽ സ്മോളസ്റ്റോ. ഇവിടെ ഞാൻ ഇൻറ്റ് മിനിമം കൊടുക്കാൻ പോകാം. മിനിമം ഞാൻ യൂസ് ചെയ്തിട്ടുള്ള മാക്സിമത്തിലാണ്. അതായത് ലാർജസ്റ്റ് എലമെൻറ്റിൽ ഇൻറ്റ് മിനിമം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് യൂസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇത് ഒരു വലിയൊരു നെഗറ്റീവ് വാല്യൂ ആണെന്ന്. ഓക്കെ, എന്നിട്ട് ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു ഈഫ് കണ്ടീഷൻ കൊടുക്കാം. ഈഫ് AR ഓഫ് ഐ ഈക്വൽ ടു ആ ഇൻറ്റ് മിനിമം ആണോ എന്ന് ചെക്ക് ചെയ്യുക. ആ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ കണ്ടിന്യൂ എന്ന് ഇവിടെ കൊടുത്തേക്കുക. കണ്ടിന്യൂ. ഓക്കെ, കണ്ടിന്യൂ എന്ന് കൊടുത്തേക്കുക. അതായത് ഈ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇതിൻ്റെ അകത്തിരിക്കുന്ന ആ വലിയൊരു നെഗറ്റീവ് വാല്യൂ. ഓക്കെ, ജസ്റ്റ് ഞങ്ങളിപ്പോൾ റൺ ചെയ്ത് നോക്കിയാൽ എറർ കാണിക്കും. ആ ഇൻറ്റ് മെയിൻ എന്നുള്ള ഇത് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു limit.c അല്ലെങ്കിൽ വേറെ ഇതും കൂടി ഉണ്ട്, ഹെഡർ ഫയൽ. അതായത് ഈ ഒരു ഹെഡർ ഫയൽ ഇവിടെ യൂസ് ചെയ്യണം. #include stdio അല്ല limits.h. ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കിയാൽ കറക്റ്റായിട്ട് കോഡ് വർക്ക് ആകുന്നുണ്ട്. അതായത് 1 2 times 3 3 2 2 times 3 times ഇവിടെ 3 1 times 4 1 times 55. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ജസ്റ്റ് ഒരു 2 കൂടി കൊടുത്താൽ 4 ആകുന്നുണ്ടോ ചെക്ക് ചെയ്ത് നോക്കാം. അറിയാതെ ഞാൻ കൊമേറ്റിട്ട്. ഓക്കെ, 2 4 ആയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ജസ്റ്റ് വർക്കിംഗ് ആണെന്ന് പറഞ്ഞത്, അതായത് ഇവിടെ എന്നാ ചെയ്യുന്നതാണ്. ഇവിടെ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തില്ല, അതായത് ഇത് രണ്ട് സെയിം ആയിട്ട് വരുന്ന ഒരു വാല്യൂ, അതിൻ്റെ അകത്ത് നമ്മൾ കൗണ്ട് പ്ലസ് പ്ലസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു പൊസിഷനിലിരിക്കുന്ന വാല്യൂ അല്ലേ, ആ 2 ഇങ്ങനെ റിപ്പീറ്റ് 1 ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ തൊട്ടപ്പുറത്തെ പൊസിഷനിലിരിക്കുന്ന വാല്യൂ അല്ലേ AR ഓഫ് ജെ. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ട്രൂ ആയിട്ട് വരുന്ന, അതായത് ഈ 1 ട്രൂ ആയിട്ട് വന്ന് ഓക്കെ, അപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്തെ പൊസിഷനിലിരിക്കുന്ന ഈ ഒരു വാല്യൂ അല്ലേ, ഈ AR ഓഫ് ജെയിലിരിക്കുന്ന ആ ഒരു വാല്യൂവിനെ മാറ്റി വെച്ചിട്ട് ഇവിടെ വലിയൊരു നെഗറ്റീവ് വാല്യൂ വെക്കുന്നു.
ഈ ഒരു വാല്യൂ ആരും അടിക്കാൻ ചാൻസ് ഇല്ലാതെ ഒരു വാല്യൂ, അതായത് ഇതിൻ്റെ അത് 0 ഒന്നല്ല, വേറെ തന്നെ ഒരു സംഖ്യ അത്. ഓക്കെ, എന്നിട്ട് ആ ഒരു വാല്യൂവിനെ ഇവിടത്തേക്ക് മാറ്റി വെക്കുകയാണ് ഈ ഒരു കണ്ടീഷൻ ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഇവിടെ നമ്മൾ ഈഫ് കണ്ടീഷൻ്റെ അകത്തിട്ട് ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈഫ് ആ ഒരു വാല്യൂ ആണോ ചെക്ക് ചെയ്യും. ഇനി അഥവാ നമ്മൾ ഇതോടെ കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ വരുന്നത് നിങ്ങൾ ഒന്ന് ജസ്റ്റ് നോക്ക്. ഇപ്പോൾ കണ്ട ആ വലിയൊരു നെഗറ്റീവ് വാല്യൂ, ഈ വാല്യൂ ഒന്നും ആരും മനപ്പാടാക്കിയിട്ട് അടിക്കാൻ ഒരു ചാൻസും ഇല്ലാത്ത വാല്യൂ. ഓക്കെ, ആ ഒരു വാല്യൂ ആണോ എന്നാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. അതായത് ഇവിടെ നമ്മൾ എടുത്തു വെക്കുന്ന കാണുന്നില്ലേ, അതായത് AR(i) എന്ന് വെച്ചാൽ ഈ ഒരു പൊസിഷനാണ്. ഇപ്പം അതിൻ്റെ വാല്യൂ ഇരിക്കുന്നത് ഈ ഒരു പൊസിഷനിലാണ്. ഓക്കെ, അതിൻ്റെ തൊട്ടപ്പുറത്തെ പൊസിഷനോ അല്ലെങ്കിൽ അങ്ങോട്ടുള്ള ഒരു പൊസിഷനല്ലേ നമ്മൾ ഈ AR(j) എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്ന, ഇവിടുന്ന് അതിൻ്റെ തൊട്ടപ്പുറത്ത് നിന്നല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഏതെങ്കിലും ഒരു വാല്യൂ ട്രൂ ആയിട്ട് വന്നാൽ ആ ഒരു AR(j)ൻ്റെ അകത്ത് നമ്മൾ ഇൻറ്റ് മിനിമം എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂവിനെ എടുത്തു വെക്കുന്നു. ഓക്കെ, എന്നിട്ട് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നു. ഇപ്പോഴാണ് അതായത് ഈ ഒരു വാല്യൂവിനെ നമ്മൾ മാറ്റിയിട്ട് ആ ഇൻറ്റ് മിനിമം എന്ന് പറഞ്ഞിട്ട് ആ വലിയൊരു വാല്യൂ എടുത്ത് വെച്ചില്ലേ, അപ്പോൾ അതാണോ എന്ന് ഇവിടുന്ന് ചെക്ക് ചെയ്യുന്നു. ഓക്കെ, ചെക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ അങ്ങ് കൊടുത്തു വിടുന്നു. അതായത് കണ്ടിന്യൂ എന്ന് വെച്ചാൽ ഇവിടുന്ന് മേലോട്ടേക്ക് പോകും. കണ്ടിന്യൂ അറിയാത്തവർക്ക് ഞാൻ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഐ ബട്ടണിലോ ഞാൻ കൊടുക്കാം. ഓക്കെ, ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക. അതായത് ഈ കണ്ടിന്യൂവിൻ്റെ വർക്കിംഗ് അറിയാത്തവർ. ഓക്കെ, ഇത്രയും ഈട് ആവശ്യമായിട്ടുള്ളൂ. ഇത് കൊടുക്കുന്ന എന്തിനാണെന്ന് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവല്ലോ. ഇവിടെ നമ്മൾ ഈ തൊട്ടപ്പുറത്തെ വാല്യൂവിനെ ആ റിപ്പീറ്റ് ചെയ്ത് പ്രിൻ്റ് ആകുന്ന ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇൻറ്റ് മിനിമം എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ ഞാൻ ഇപ്പോൾ കൊടുത്തത്. ഓക്കെ, ഇവിടെ ഞങ്ങൾക്ക് എന്തുകൊണ്ടിരിക്കും കൊടുക്കുക, ആരും അടിക്കാൻ ചാൻസ് ഇല്ലാത്ത വാല്യൂ ആണ് ഈ ഒരു വാല്യൂ. അതുകൊണ്ട് ഞാനിപ്പോൾ അതങ്ങ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് കൊടുക്കുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം limits.h എന്ന് പറഞ്ഞിട്ടൊരു ഹെഡർ ഫയൽ കൊടുക്കണം. ഓക്കെ, എന്നിട്ട് ആ ഒരു വാല്യൂ ആണോ ഇതിലോട്ട് വരുന്നതെന്ന് ചെക്ക് ചെയ്യും. ഈ ഒരു വാല്യൂ നമ്മൾ എടുത്ത് മാറ്റി വെക്കുന്ന എവിടെയാ, ഈ ഒരു വാല്യൂ ആണ് ഇപ്പോൾ നമ്മൾ അതിലോട്ട് വരുന്നതെങ്കിൽ അതിൻ്റെ തൊട്ടപ്പുറത്തെ പൊസിഷനിലോ അങ്ങോട്ടുള്ള ഏതെങ്കിലും പൊസിഷനിലിരിക്കുന്ന വാല്യൂ ആയിട്ടാണ് നമ്മളിവിടെ ആ ഒരു വാല്യൂ എടുത്ത് വെക്കുന്നത്. എന്നിട്ട് I++ ആയിട്ട് അത് കൗണ്ട് ചെയ്തും പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് I++ ആവും. അപ്പോൾ വരുന്ന ഈ ഒരു ഒന്നില്ലേ, ആ ഒരു ഒന്നിന് പകരം ഇപ്പോൾ കിടക്കുന്ന ആ വാല്യൂ എന്താ, ഇൻറ്റ് മിനിമം അല്ലേ. ആ ഒരു വാല്യൂ, അതായത് ഇൻറ്റ് മിനിമത്തിന് ആ ഒരു വാല്യൂവും AR(i)യിലിരിക്കുന്ന വാല്യൂ സെയിം ആണെങ്കിൽ കണ്ടിന്യൂ അടിക്കണം. അത് നമുക്ക് പ്രിൻ്റ് ആകേണ്ട ആവശ്യമില്ല. ഓക്കെ, ഈ ഒരു വിധത്തിലാണ് ഫ്രീക്വൻസിൻ്റെ കോഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.